അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യ സഹോദരങ്ങളെ, നോമ്പ് നഷ്ടപ്പെട്ടതിൻ്റെ പേരിലുള്ള ഫിദിയ നൽകുമ്പോഴും പെരുന്നാളിനോടനുബന്ധിച്ച് ഫിത്ർ സക്കാത്ത് നൽകുമ്പോഴും ഉയർന്നു വരാറുള്ള ഒരു ചോദ്യമാണ് എത്ര കിലോ ധാന്യമാണ് നൽകേണ്ടത് എന്ന്. എന്നാൽ ഇതിന് ലഭിക്കുന്ന മറുപടികൾ പലപ്പോഴും വ്യത്യസ്തമാകുന്നതിനുള്ള കാരണം എന്ത് എന്ന അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണിവിടെ. നോമ്പിന് നൽകേണ്ടുന്ന ഫിദിയ ഒരു മുദ്ദ് ധാന്യവും, നമ്മുടെ നാട്ടിൽ അരിയായതുകൊണ്ട് ഒരു മുദ്ദ് അരിയും, ഫിത്ർ സക്കാത്തായി നൽകേണ്ടുന്നത് 4 മുദ്ദ് അഥവാ ഒരു സാഅ് അരിയുമാണ്. മുദ്ദ് എന്നതും സാഅ് എന്നതും തൂക്കമല്ല, മറിച്ച് അളവാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് ധാന്യമളക്കാൻ ഉപയോഗിച്ചിരുന്ന അളവ് പാത്രമായിരുന്നു നാഴി എന്നത്. 4 നാഴികൾ ചേരുമ്പോൾ ഒരിടങ്ങഴിയും 10 ഇടങ്ങഴി അഥവാ 40 നാഴികൾ ചേരുമ്പോൾ ഒരു പറയുമാണ് എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ആ നാട്ടിൽ ധാന്യമളക്കാൻ ഉപയോഗിച്ചിരുന്നത് മുദ്ദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് അളന്നു കൊടുത്തത് അഥവാ ശറഇൽ അളന്നു കൊടുക്കൽ വാരിതായി വന്നത് നമ്മൾ കൊടുക്കുമ്പോഴും ആ അളവ് കൊടുത്തിരിക്കണം. അളന്ന് തന്നെ കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അളന്നു കൊടുത്താലോ തൂക്കിക്കൊടുത്താലോ കൈകൾ കൊണ്ട് വാരിയിട്ട് കൊടുത്താലോ എങ്ങനെ കൊടുത്താലും ആ മുദ്ദിലുള്ള പാത്രത്തിൽ വരേണ്ടുന്ന അളവ് കൊടുത്തിരിക്കണം എന്നതാണ് നമ്മോടുള്ള കൽപ്പന. നമ്മുടെ നാട്ടിൽ മുദ്ദ് കൊടുക്കുമ്പോഴും ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോഴും എത്ര തൂക്കമാണ് നൽകേണ്ടത് എന്നതിന് പഴയ കാലത്ത് മിക്ക ഉസ്താദുമാരും പറഞ്ഞിരുന്നത് ഒരു മുദ്ദ് എന്നത് 800 മില്ലി ലിറ്ററാണ്. അപ്പോൾ ഫിത്ർ സക്കാത്ത് 4 മുദ്ദ് അഥവാ 8x4 200 മില്ലി ലിറ്റർ. തൂക്കത്തിലേക്ക് വരുമ്പോൾ ഒരു മുദ്ദ് ഏകദേശം 600 ഗ്രാം ആകും. അപ്പോൾ 6x4 2.4 അഥവാ 2400 കിലോഗ്രാം. സൂക്ഷ്മതയ്ക്ക് വേണ്ടി 2.5 കിലോ അരി കൊടുക്കുക എന്ന ശൈലിയായിരുന്നു പറഞ്ഞു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ എത്ര കിലോ ആണ് എന്നതിന് വ്യത്യസ്തങ്ങളായ മറുപടികളാണ് പലപ്പോഴും വരാറുള്ളത്. അതിൻ്റെ കാരണം, പഴയ കാലത്ത് നാം ഒരു പലചരക്ക് കടയിലേക്ക് ചെന്നാൽ പലപ്പോഴും 1-2 ഇനം അരികളെ ഉണ്ടാകുമായിരുന്നുള്ളൂ. അത് രണ്ടും ഏകദേശം ഒരേ തൂക്കവും ആയിരിക്കും. ഇക്കാരണം കൊണ്ടാകാം അവർ 800 മില്ലി അളവുള്ള പാത്രത്തിൽ ഉള്ള അരി തൂക്കി നോക്കിയപ്പോൾ ഏകദേശം 600 ഗ്രാം ആണ് എന്ന് പഴയകാല ത്രാസുകളിൽ തൂക്കി നോക്കിയിട്ട് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ നാം ഗ്രാമപ്രദേശത്തിലുള്ള ഒരു ചെറിയ കടയിലേക്ക് ചെന്നാൽ പോലും 3-4 തരം അരികളുണ്ടാകും. ടൗൺ ഏരിയകളിലുള്ള ഒരു വലിയ കടയിലേക്കോ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റുകളിലേക്കോ ചെന്നാൽ 10-ലേറെ ഇനം അരികളുണ്ടാകും. അതൊരു ഹൈപ്പർ മാർക്കറ്റുകളിലേക്കാകുമ്പോൾ അതിനേക്കാളേറെ ഇനം അരികളുണ്ടാകും. നിലവിലെ ത്രാസുകൾ ഡിജിറ്റൽ ത്രാസുകളിലേക്ക് വന്നിരിക്കുന്നു. എങ്കിലും പല കടകളിലെയും ത്രാസുകൾ തമ്മിൽ ചെറിയ ചെറിയ വേരിയേഷനുകൾ ഉണ്ടാകാറുമുണ്ട്. അപ്പോൾ പഴയ കാലത്ത് ലഭ്യമായതിനേക്കാൾ കനം കൂടിയ അല്ലെങ്കിൽ ഭാരം കൂടിയ അരികൾ മാർക്കറ്റിൽ ലഭ്യമായപ്പോൾ 800 മില്ലി ലിറ്റർ അരി തൂക്കി നോക്കുമ്പോൾ ഏകദേശം 600-നേക്കാൾ ഏറെയും 700-700-നേക്കാൾ ഏറെയുമൊക്കെ ആയി പല വെയ്റ്റുകളിൽ അരി ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തങ്ങൾ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ ഒരാൾ നൽകിയ അരി വെയ്റ്റുള്ള അരിയാണെങ്കിൽ അത് കൊടുത്തു കഴിയുമ്പോൾ ഈ അളവ് പാത്രത്തിൽ തികയാനുള്ള അത്രയും ഇല്ല എങ്കിൽ അയാളുടെ മുദ്ദ് അല്ലെങ്കിൽ അയാളുടെ ഫിത്ർ സക്കാത്ത് വീടാതെ വന്നാലോ എന്ന് കരുതി സൂക്ഷ്മതയുടെ ഭാഗമായിട്ടാകാം കൂടുതൽ വെയ്റ്റുള്ള അരികൾ അല്ലെങ്കിൽ അവർക്ക് തൂക്കി നോക്കിയപ്പോൾ ബോധ്യപ്പെട്ട അരികളുടെ വെയ്റ്റ് പറയുന്നത്. അതുകൊണ്ടാണ് വ്യത്യസ്തങ്ങളായ
തൂക്കം ഓരോരുത്തരും പറയേണ്ടി വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് മാർക്കറ്റുകളിൽ മുദ്ദുൻ നബവി എന്ന പേരിൽ ഒരു പാത്രം ലഭ്യമാണ്. ആ പാത്രത്തിൻ്റെ ഏകദേശം അളവും 800 മില്ലി ലിറ്ററാണ്. ഇവിടെയും നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഒരു മുദ്ദ് എന്നത് 800 മില്ലി ലിറ്ററാണ് എന്നത് നാം എങ്ങനെ മനസ്സിലാക്കി എന്ന് ചോദിച്ചാൽ, പഴയ കാലത്ത് 1950 കാലത്തും അതിനു മുൻപും ശേഷവുമൊക്കെയായി നമ്മുടെ നാട്ടിൽ നിന്നും ഹജ്ജിനും മറ്റും പോയിരുന്ന പഴയകാല വലിയ ആലിമീങ്ങൾ മക്കയിൽ നിന്നും മദീനയിൽ നിന്നുമൊക്കെയായി സംഘടിപ്പിച്ചു കൊണ്ടുവന്നിരുന്ന മുദ്ദുപാത്രങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. അത് സംബന്ധമായി പഠനം നടത്തിയ ഒരു പണ്ഡിതൻ പറഞ്ഞത്, പല സ്ഥലങ്ങളിലായി സൂക്ഷിച്ചു വച്ചിട്ടുള്ള 13 മുദ്ദുപാത്രങ്ങൾ അദ്ദേഹം പരിശോധിച്ചു. ആ 13 എണ്ണത്തിലും എല്ലാം തുല്യമല്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അവിടെയും ഒരു സൂക്ഷ്മതയുടെ ഭാഗമെന്ന നിലയിൽ ലഭ്യമായതിൽ ഏറ്റവും വലിയ മുദ്ദുപാത്രം, അതിൻ്റെ അളവാണ് ഈ 800 മില്ലി ലിറ്റർ എന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തീദ് ഓക്കെ ഉസ്താദിൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുള്ള മുദ്ദുപാത്രം അതിനേക്കാൾ കുറച്ചുകൂടി ചെറുതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടുള്ള പഴയകാല മുദ്ദുപാത്രങ്ങളിൽ തന്നെ എല്ലാം തുല്യമല്ല, ലഭ്യമായതിൽ ഏറ്റവും വലിയ അളവ് സൂക്ഷ്മതയ്ക്ക് വേണ്ടി എടുത്തതാണ് ഈ 800 മില്ലി ലിറ്റർ എന്നത്. ബഹുമാനപ്പെട്ട അഹ്മദ് കോയ ശാലിയാത്ത് റഹ്മഹുല്ലയുടെ മുദ്ദുപാത്രം ചാലിയത്ത് ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. അത് ഏകദേശം 800 മില്ലി ലിറ്ററിനോട് തുല്യമായ മുദ്ദുപാത്രമാണ്. അങ്ങനെ നിലവിൽ ഉള്ള മുദ്ദുപാത്രങ്ങളിൽ ഏറ്റവും വലുതാണ് സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ആ അളവ് പാത്രത്തെ അടിസ്ഥാനമാക്കി ഇന്ന് നിലവിൽ മാർക്കറ്റുകളിൽ മുദ്ദുൻ നബവി എന്ന പേരിൽ മുദ്ദുപാത്രം ലഭ്യമാണ്. അത്തരമൊരു മുദ്ദുപാത്രം ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണാവുന്നത്. അതിൻ്റെ ഭാരം 45 ഗ്രാമാണ്. അത്തരമൊരു മുദ്ദുപാത്രം ഉപയോഗിച്ച് ഞാൻ ചില അരികൾ തൂക്കം നോക്കിയപ്പോൾ മുദ്ദുപാത്രത്തിൻ്റെ ഉൾപ്പെടെയുള്ള ഭാരമാണ് ത്രാസിൽ കാണുന്നത്. മൈത്രി അരി തൂക്കി നോക്കുമ്പോൾ അതിൻ്റെ ഭാരമുള്ളത് 750 ഗ്രാമാണ്. അപ്പോൾ മുദ്ദുപാത്രത്തിൻ്റെ അളവ് കഴിഞ്ഞാൽ 705 ഗ്രാം വരുന്നുണ്ട്. അതുപോലെ 5 സ്റ്റാർ അരി അത് തൂക്കി നോക്കുമ്പോൾ 735 ഗ്രാമാണ്. അപ്പോൾ മുദ്ദുപാത്രത്തിൻ്റെ അളവ് കഴിയുമ്പോൾ 690 ഗ്രാം വരും. 555 എന്ന അരി 725 ഗ്രാമാണ്. മുദ്ദുപാത്രത്തിൻ്റെ അളവ് കഴിയുമ്പോൾ 680 ഗ്രാം വരും. അതുപോലെ പൊന്നിയരി 710 ഗ്രാമാണ്. മുദ്ദുപാത്രത്തിൻ്റെ അളവ് കഴിയുമ്പോൾ 665 ഗ്രാം വരും. അപ്പോൾ ഒരു 4 തരം അരികൾ തൂക്കി നോക്കുമ്പോൾ തന്നെ 4 വ്യത്യസ്ത തൂക്കത്തിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഇതുകൊണ്ടാണ് മുദ്ദിൻ്റേതായാലും സാഴിൻ്റേതായാലും കൃത്യമായി ഇത്രയാണ് തൂക്കം എന്ന് പറയാൻ കഴിയാത്തത്, അല്ലെങ്കിൽ പറയുമ്പോൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ വരാനുള്ള കാരണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം. എന്നാൽ നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ഇതിനെ തൂക്കത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഒരു മുദ്ദ് എന്നത് ഒരു ബഗ്ദാദി റാത്തലും അതിൻ്റെ 1/3 എന്ന് അവർ ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബഗ്ദാദി റാത്തലി എന്ന് പറയുന്നത് 90 മിസ്കാലാണ്, അല്ലെങ്കിൽ 128ഉം 4 ദിർഹവുമാണ്. പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ഫിത്ർ സക്കാത്ത് നൽകുമ്പോഴും തൂക്കം പറയുന്നിടത്ത് വ്യത്യസ്തതയുണ്ടാകാം. കാരണം കൊടുക്കേണ്ടുന്നത് അളവാണ്. ആ അളവ് പാത്രത്തിൽ ഉൾക്കൊള്ളുന്ന സാധനം നമുക്കറിയാമല്ലോ. ഒരു പാത്രം നിറയെ പഞ്ഞ് നിറയ്ക്കുക, വേറൊരു പാത്രം നിറയെ കല്ല് നിറയ്ക്കുക. പാത്രം നിറഞ്ഞിട്ടുണ്ടാകും, പക്ഷേ ഭാരം വ്യത്യസ്തമാകും. എന്നതുപോലെ നിറയ്ക്കുന്ന ധാന്യത്തിൻ്റെ ഭാരം വ്യത്യസ്തമാകുമ്പോൾ എല്ലാ ധാന്യത്തിൻ്റെയും ഭാരം ഇത്രയാണ് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല എന്നതാണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. അതുകൊണ്ട് തന്നെ ഫിദിയ നൽകുമ്പോഴും ഫിത്ർ സക്കാത്ത് നൽകുമ്പോഴും തൂക്കിക്കൊടുത്താലും വാരിയിട്ട് കൊടുത്താലും ഇത്രയും
അളവ് അതിലുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ കൊടുക്കുക എന്നതാണ് വേണ്ടത്. കൂടുതൽ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് സംസാരിക്കാം. ദുആ വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.